റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ട്രിവാൻഡ്രം ശ്രീമതി ജീവ മറിയ ജോയി മേഡത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല ഓഫീസ് CSCയുടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയുണ്ടായി. പാസ്പോർട്ടിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ VLEകൾക്ക് മനസ്സിലാക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ പത്തനംതിട്ട ജില്ലയിലുള്ള VLEകൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ നിരവധി VLEs പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ ചെയ്തത്. എന്നാൽ ഇന്ന് വളരെ വിപുലമായിട്ട് ഇപ്പോൾ പാസ്പോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ നമ്മുടെ മേഡം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ കോമൺ സർവീസ് സെൻ്ററുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പാസ്പോർട്ടിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുകളും ജനങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ VLEയുടെ ഭാഗത്തു നിന്നും ഒരുപാട് സംശയങ്ങളും മറ്റും കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ VLE എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വില്ലേജ് ലെവൽ എൻ്റർപ്രണർ. അത് CSC നടത്തുന്ന ആളുകളെ അങ്ങനെയാണ് നമ്മളെ കേന്ദ്ര സർക്കാർ നേതൃത്വത്തിലുള്ള CSC കേന്ദ്രങ്ങളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എളുപ്പം VLE എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊതുജനങ്ങൾക്കൂടുള്ള അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ പ്രോഗ്രാമിൽ നടന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളിൽ ഒരു അവലോകനം ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് പ്രത്യേകം കാര്യങ്ങൾ മനസ്സിലാക്കുക. കാര്യം എന്ന് വെച്ചാൽ കോമൺ സർവീസ് സെൻ്ററാണ് ഈ പറഞ്ഞ പാസ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആധികാരികമായി ഒരു സേവന ദാതാവായിട്ട് ഈ പറഞ്ഞ പാസ്പോർട്ട് കേന്ദ്രം നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ആണ് ഇന്ന് നടന്നിരുന്നത്. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും നൽകുവാൻ CSC സെൻറ്റർ എപ്പോഴും സന്നദ്ധരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം വളരെ വിലപ്പെട്ട ഡോക്യുമെൻ്റാണ്. ഈ പറഞ്ഞ പാസ്പോർട്ട് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പാസ്പോർട്ട് വൺസ് നമ്മൾ ചെയ്യുന്ന വേളയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കത് പിന്നീട് അത് കറക്റ്റ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അത് അറിയാവുന്ന ഒരു കേന്ദ്രത്തിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ A to Z നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു തരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രെയിൻഡ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അത്തരത്തിലൊരു ട്രെയിൻഡ് സെൻ്ററാണ് നമ്മുടെ SBI ബാങ്കിന് മുകളിൽ പ്രവർത്തിക്കുന്ന, വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്റർ കിടങ്ങന്നൂർ. അപ്പോൾ ആ പരിപാടിയിൽ നമ്മളും പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുത്തപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ നമുക്ക് പുതിയ പാസ്പോർട്ട് ചെയ്യുവാനും അതോടൊപ്പം തന്നെ പാസ്പോർട്ടിൽ ഇഷ്യൂ ഉള്ള കസ്റ്റമേഴ്സിനും എല്ലാ ഈ കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തൽക്കാൽ പാസ്പോർട്ട് എടുക്കുന്ന കാര്യങ്ങൾ, നോർമൽ പാസ്പോർട്ട് എടുക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അതുപോലെ ഫീസിലുണ്ടായ വ്യത്യാസങ്ങൾ എല്ലാം നമുക്ക് കൃത്യമായിട്ട് പുതിയ ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പാസ്പോർട്ട് പുതിയതായിട്ട് എടുക്കുവാനും അതോടൊപ്പം തന്നെ പാസ്പോർട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും മറ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുതിയ പാസ്പോർട്ട് ചെയ്യാനും പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SC ചാനൽ. പ്രോഗ്രാമിലെ ഹൈലൈറ്റ്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ നമുക്ക് ക്ലാസ് എടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് ആ പ്രോഗ്രാമിലൂടെ പ്രത്യേകിച്ച് VLEസിന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത, ഇതിനകത്തെ ഹൈലൈറ്റ്. ഇപ്പോൾ നമുക്കറിയാം പാസ്പോർട്ടിൽ ഈ പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് വേണ്ടുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് കോമൺ സർവീസ് സെൻറ്ററിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ പാസ്പോർട്ടിൽ വന്ന അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിൽ മികച്ച പാസ്പോർട്ട് ചെയ്ത VLEകൾക്കുള്ള മൊമെൻറ്റോയും മറ്റു കാര്യങ്ങളും ഈ യോഗത്തിൽ തന്നെ കൊടുക്കുകയുണ്ടായി. അത് കറക്റ്റായിട്ട് അപേക്ഷിക്കുമ്പോൾ കൊടുക്കുകയും അതിനൊരു അഡ്രസ് പ്രൂഫ് നൽകുകയും ചെയ്യണം. അഡ്രസ് പ്രൂഫ് ഒക്കെ തന്നെയാണെങ്കിൽ ഇത് ഒരുപാട് ലിബറലൈസ് ചെയ്ത് അങ്ങനെ ഹോൾഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുത്തണം എന്നുള്ളത് മാക്സിമം പറഞ്ഞിട്ടുണ്ട്. ഈസി ആയിട്ട് ഓഫീസിൽ പ്രോസസ് ചെയ്യാനായിട്ടും കസ്റ്റമർക്ക് വേണ്ടത് കിട്ടാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെയൊക്കെ പല CSC സെൻറ്റർ, അക്ഷയ സെൻ്ററുകളൊക്കെ അറിയപ്പെടുന്നത് പാസ്പോർട്ട് ഈ സെൻറ്ററിൽ ചെന്നാൽ പാസ്പോർട്ട് നന്നായി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എളുപ്പം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്ന എക്സ്ക്ലൂസീവ് സെൻറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. പല സെൻ്ററുകളുടെ ട്രാൻസാക്ഷൻ കൊണ്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും.
ആയിരത്തിലധികം ചെയ്ത കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു ജില്ലയാണ്. ഈവൻ നമ്മുടെ ഇവിടെ പാസ്പോർട്ട് ഏജന്റുമാരുടെ എണ്ണം കുറവാണെങ്കിലും മറ്റ് ജില്ലയെ കമ്പയർ ചെയ്യുമ്പോൾ എണ്ണം കുറവാണെങ്കിലും